പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ്, കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഹോളിവുഡിൻ്റെ സ്വന്തം സ്ഥലത്ത് ഇപ്പോൾ കാട്ടുതീ പടർന്ന് പിടിച്ച ഒരു വിവരം, ആ ഒരു വാർത്ത നിങ്ങൾ എല്ലാ കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകും. മുൻ WWE ഡിവാസ് ചാമ്പ്യൻ ആയിരുന്ന മെലീന എന്ന് പറയുന്ന ആ റെസ്ലറിനെയും ഈ ഒരു കാട്ടുതീ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 2 ദിവസം മുൻപ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം മെലീന ലോസ് ആഞ്ചലസിലാണ് താമസിച്ചിരുന്നത് എന്നും ഈ കാട്ടുതീ തുടങ്ങിയതിന് ശേഷം മെലീനയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ താരം റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഇപ്പോൾ ഇതാ പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മെലീന സേഫ് ആണെന്നും ആ റെസ്പോൺസിന് മെലീന ഇപ്പോൾ തിരികെ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ WWE താരങ്ങളെയും ഈ ഒരു കാട്ടുതീ ബാധിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രശ്നമില്ലാതെ ആ കാട്ടുതീ പെട്ടെന്ന് അണയ്ക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ്, സൗദി അറേബ്യയിൽ വെച്ച് 2025 WWEയുടെ ആദ്യ പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കാൻ പോകുന്നത് ജൂൺ മാസത്തിൽ ആയിരിക്കും എന്നാണ് നമുക്കിപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫൈറ്റ്ഫുൾ സെലക്ട് ആണ് ഈ ഒരു റിപ്പോർട്ട് പങ്കുവെക്കുന്നത്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ജൂൺ മാസത്തിൽ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ് നടത്താൻ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെന്ന് മാത്രമാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഏത് പ്രീമിയം ലൈവ് ഇവൻ്റ് ആണെന്ന് നമുക്ക് ആ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ക്രൗൺ ജുവൽ ആണോ അതോ മറ്റ് ഏതെങ്കിലും ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത ലഭിച്ചിട്ടില്ല. പക്ഷേ 2025 ജൂൺ മാസത്തിൽ WWEയുടെ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് സൗദി അറേബ്യയിൽ വെച്ച് നടക്കും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ്, ഇന്നലെ MLW എന്ന് പറയുന്ന റെസ്ലിംഗ് കമ്പനി നടത്തിയ കിങ് ഓഫ് കൊളാസിയം എന്ന് പറയുന്ന പേപ്പർ റിവ്യൂവിൽ സതോഷി കൊജിമ എന്ന് പറയുന്ന MLW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുൻ WWEൻ്റെ ചാമ്പ്യൻ ഒക്കെ ആയിരുന്ന മാറ്റ് റിഡൽ പുതിയ MLW വേൾഡ് ചാമ്പ്യൻ ആയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. WWE വിട്ടതിന് ശേഷം മാറ്റ് റിഡൽ സ്വന്തമാക്കുന്ന ഏറ്റവും വലിയ ചാമ്പ്യൻഷിപ്പുകളിൽ ഒന്നാണ് MLWൻ്റെ ഈ ഒരു വേൾഡ് ടൈറ്റിൽ. ഇനി തുടർന്നുള്ള മാസങ്ങളിൽ MLWയിൽ മാറ്റ് റിഡൽ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ്, സില ഫാറ്റു എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. സില ഫാറ്റുവിൻ്റെ ഒരു അപ്പിയറൻസ് WWEയിലേക്ക് സ്റ്റോറി ലൈനിൻ്റെ പ്രകാരം കാണാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് ആരാധകർ നിലവിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്റ്റോറിയുടെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അതിലേക്ക് സില ഫാറ്റുവിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള സില ഫാറ്റുവിൻ്റെ ഡെബ്യൂവിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സില ഫാറ്റു ഡെബ്യൂ ചെയ്യുമ്പോൾ റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് കൂടെയാണോ അതോ സോളോ സിക്കോവയുടെ ബ്ലഡിൻ്റെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ കുറച്ചധികം മാസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സില ഫാറ്റു WWEയിലേക്ക് ഡെബ്യൂ ചെയ്യുന്നതിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സില ഫാറ്റു നിലവിൽ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നത് ബൂക്കർ ടി എന്ന് പറയുന്ന നിലവിൽ NXTയുടെ കമൻറ്റേറ്ററും WWE ഹോൾ ഓഫ് ഫെയിമറുമായിട്ടുള്ള ബൂക്കർ ടിയുടെ കമ്പനിയിലാണെന്ന്, റിയാലിറ്റി ഓഫ് റെസ്ലിംഗ് എന്ന കമ്പനിയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സില ഫാറ്റു കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ബൂക്കർ ടിയെ റിങ്ങിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്തിരുന്നു. 6 വർഷങ്ങൾക്ക് ശേഷം ബൂക്കർ ടി സ്വന്തം കമ്പനിയിൽ മത്സരിക്കാൻ ഇറങ്ങിയതും സില ഫാറ്റുവിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതുമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മത്സരം ഇന്നലെ ആയിരുന്നു. അപ്പോൾ സില ഫാറ്റുവിനെ ബൂക്കർ ടി പരാജയപ്പെടുത്തുന്നത് മറ്റൊരു റെസ്ലറുടെ സഹായത്തോടു കൂടിയിട്ടാണ്, മുൻ WWE താരമായിരുന്ന AJ ഫ്രാൻസിസിൻ്റെ സഹായത്തോടു കൂടി. എങ്ങനെയായാലും സില ഫാറ്റുവിനെ ബൂക്കർ ടി പരാജയപ്പെടുത്തിയത് അത് സില ഫാറ്റുവിൻ്റെ റിയാലിറ്റി ഓഫ് റെസ്ലിംഗ് കരിയർ അവസാനിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബിൽഡപ്പിലേക്കും പോകുന്നുണ്ട്. അതായത് മത്സരശേഷം ബൂക്കർ ടി പറയുന്നത് റിയാലിറ്റി ഓഫ് റെസ്ലിംഗിലെ സില ഫാറ്റുവിൻ്റെ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി WWE കാലഘട്ടമാണോ സില ഫാറ്റുവിൻ്റെതായി തുടങ്ങാൻ പോകുന്നത് എന്നുള്ള ഒരു ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉമാഗയുടെ മകനായ സില ഫാറ്റുവിൻ്റെ ഡെബ്യൂവിന് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് സൂപ്പർ താരമായ ജോൺസിനയെ സംബന്ധിച്ചാണ്. ജോൺസിനയ്ക്ക് ഇപ്പോഴും പഴയ പോലെ ആരാധകരുണ്ടോ? ജോൺസിനയുടെ വാക്കുകൾക്ക് ആരാധകർ ഇപ്പോഴും വില കൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് പലർക്കും സംശയമുള്ള ഒരു ചോദ്യമാണ്. കമൻറ്റ് ബോക്സിലടക്കം അത്തരത്തിലുള്ള ചർച്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു അപ്ഡേറ്റ്. ജോൺസിന മെൻസ് റോയൽ റംബിളിൽ 2025 പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെട്ട എപ്പിസോഡിൽ സീന തന്നെ പങ്കുവെച്ചപ്പോൾ
ഒറ്റയടിക്ക് 3500-ലധികം ടിക്കറ്റുകളാണ് റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റേതായി വിറ്റഴിക്കപ്പെട്ടത്. അതായത് 54,000-ലധികം കാണികൾ ഓൾറെഡി ഈ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഇപ്പോൾ ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. ജോൺ സിന വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് 3500-ലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ജോൺ സിനയുടെ ആരാധകക്കൂട്ടത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. സീന പണ്ട് എങ്ങനെയായിരുന്നുവോ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും കൂടി പങ്കുവെച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.